ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ബാക്ക് ടു ജാസൂസ് വ്ലോഗ്. ഇന്നത്തെ സമയം രാത്രി 8:30 കഴിഞ്ഞു, 5-ാം തീയതിയാണ്. ഞാനിപ്പോൾ കളങ്കാവൽ സിനിമ കണ്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് സിനിമയെ കുറിച്ച് റിവ്യൂ പറയാനൊന്നും എനിക്ക് ആഗ്രഹമില്ല. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് സിനിമ കണ്ടിറങ്ങിയപ്പോൾ എനിക്ക് മനസ്സിൽ പേഴ്സണലി തോന്നിയ കുറച്ച് കാര്യങ്ങളാണ്. ഷെയർ ചെയ്യണമെന്ന് തോന്നി, അത് പറയാമെന്ന് വിചാരിച്ചു. ദി ഫസ്റ്റ് തിങ് ഈസ്, സിനിമയിലെ സ്ത്രീ കഥാപാത്രങ്ങളെ കുറിച്ചാണ്. നമുക്കറിയാം, ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട് അല്ലേ? പല സിനിമകളും, മഞ്ഞുവെൽ ബോയ്സ് തുടങ്ങിയിട്ടുള്ള സിനിമകളിലൊക്കെ സ്ത്രീകളുടെ കഥാപാത്രങ്ങളില്ല. അതെന്തുകൊണ്ട് എന്നുള്ള കുറേ ചോദ്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ കാര്യം, വ്യക്തമായ തിരക്കഥയും കഥയും ഉണ്ടെങ്കിൽ സ്ത്രീകളെ പ്ലേസ് ചെയ്യാൻ മലയാള സിനിമയ്ക്ക് ഉള്ളത്ര ടാലൻറ്റ് ഇന്ത്യയിൽ മറ്റൊരു ഇൻഡസ്ട്രിക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് തെളിയിച്ചിരിക്കുകയാണ് ജിതിൻ കെ ജോസിന്റെ കളങ്കാവൽ. കാരണം ഓരോ സ്ത്രീ കഥാപാത്രങ്ങളും വളരെ വ്യക്തമായി അവർക്ക് ആവശ്യമുള്ള മീറ്ററിൽ അവതരിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നല്ല വൃത്തിക്ക് വെടുപ്പിന് അവതരിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങനെ ഒരു ചോദ്യത്തിനോ അങ്ങനെയുള്ള സംവാദങ്ങൾക്കോ ഒരു പ്രസക്തിയും ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നല്ല തിരക്കഥയും നല്ല കഥാപാത്രങ്ങളും വന്നാൽ ഉറപ്പായും മലയാള സിനിമയിൽ സ്ത്രീകൾക്കും സ്ത്രീ അഭിനേതാക്കൾക്കും സ്ഥാനമുണ്ട്. ആ ഒരു പ്ലേസിങ് വ്യക്തമായി സിനിമ ചെയ്തിട്ടുണ്ട്. അതിലെനിക്ക് ഒരുപാട് സന്തോഷമാണ് തോന്നിയത്. അടുത്തത് എന്നെ അതിശയിപ്പിച്ച ഒരു കാര്യം വിനായകന്റെ അഭിനയമാണ്. വിനായകൻ ചെയ്ത ജയകൃഷ്ണൻ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ അഭിനയമാണ്. നമുക്കറിയാം, ഓഫ് കോഴ്സ് മമ്മൂക്ക വിൽ ഡു ഹിസ് ബെസ്റ്റ്. നമുക്കല്ലേ നമ്മൾ ചെറുതൊന്നും ആഗ്രഹിക്കുന്നില്ല, അത് നമുക്കറിയാം. അഗ്രസീവ് ആവാൻ പറ്റുന്ന സിറ്റുവേഷൻസിൽ അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ വന്നിട്ട് പോലും ക്ലീനായി അഭിനയിച്ച ഒരു നടൻ, അതായത് നമ്മളെ അത്ഭുതപ്പെടുത്തിയ ഒരു നടൻ. എനിക്കറിയില്ല നിങ്ങളൊക്കെ എങ്ങനെ ഫീൽ ചെയ്തെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എന്നെ ഒരുപാട് വിനായകൻ ചെയ്ത ജയകൃഷ്ണൻ എന്ന് പറയുന്ന കഥാപാത്രം ഒരുപാട് അത്ഭുതപ്പെടുത്തി. അവസാന നിമിഷം വരെ പുള്ളി ആ ക്യാരക്ടറിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും മാറാതെ ആ പെർഫെക്റ്റ് മീറ്റർ പിടിച്ച് ആ പെർഫെക്റ്റ് ലൈനിൽ അഭിനയിക്കാൻ പുള്ളിക്ക് സാധിച്ചു എന്നത് ഭയങ്കര സക്സസ് ആണ്. മമ്മൂക്കയെ പോലുള്ള ഒരു ലെജൻഡറി ആക്ടറിന്റെ കൂടെ അങ്ങനെ അഭിനയിച്ച് പിടിച്ചു നിൽക്കാന്ന് പറയുന്നത് തന്നെ, ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ദാറ്റ് സിമ്പിൾ. അത്ര സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. മമ്മൂക്ക പറഞ്ഞതുപോലെ വി നായകൻ, എനിക്കതാണ് ഫീൽ ചെയ്തത്. ട്രൂലി ആ ക്യാരക്ടറിനോട് ട്രൂലി ജസ്റ്റിസ് കാണിച്ച ഒരു അഭിനയ ഒരു പരിപാടിയായിരുന്നു മൊത്തം വിനായകൻ ഉടനീളം സിനിമയിൽ ചെയ്തത്. അടുത്ത് എനിക്ക് തോന്നിയൊരു കാര്യം, സിനിമയിൽ ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങൾ വന്നു പോകുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. പ്രൊമോഷൻസിലായാലും നമ്മൾ കണ്ടു, കുറേ പേരെ നമ്മൾ കണ്ടു, ഇത്രയും പേരൊക്കെ അഭിനയിക്കുന്നുണ്ട്. നമ്മൾ മുന്നേ വർക്ക് ചെയ്തിട്ടുള്ള സുഹൃത്തുക്കളൊക്കെ അഭിനയിക്കുന്നുണ്ട് സിനിമയിൽ. എനിക്കത് അത്ഭുതപ്പെടുത്തിയ സംഭവം എന്ന് പറയുന്നത്, പൊതുവെ നമ്മുടെ ഇടയിൽ ഒരു ധാരണയുണ്ട്, അല്ലെങ്കിൽ ഇൻഡസ്ട്രിക്ക് അകത്ത് തന്നെ ചില ചർച്ചാ വിഷയങ്ങളുണ്ട്. സീരിയലിൽ അഭിനയിച്ച സ്ത്രീകൾ സിനിമയിലേക്ക് വന്ന് അഭിനയിക്കുമ്പോൾ അതൊരു സീരിയൽ അഭിനയമായി മാറും എന്നുള്ള ചർച്ചാ വിഷയങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. നമ്മൾ സുഹൃത്തുക്കളുടെ സംസാരിച്ച് കേട്ടിട്ടുണ്ട്, പല വലിയ വലിയ ആൾക്കാരിൽ നിന്ന് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. പലരുടെ അവസരങ്ങൾ അങ്ങനെ പോയിട്ടുള്ളതും എനിക്കറിയാം. കളങ്കാവൽ എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ എനിക്കറിയുന്ന ഒന്ന് രണ്ട് സീരിയൽ അഭിനേതാക്കളെ ഞാൻ കാണാനിടയുണ്ടായി. അവരൊക്കെ എത്ര മനോഹരമായിട്ടാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന ക്യാരക്ടർ. വെറും 10 സെക്കൻഡ് മുതൽ 1 മിനിറ്റും 2 മിനിറ്റും അല്ലെങ്കിൽ 3-4 സീൻ അല്ലെങ്കിൽ 2-3 സീൻ മാത്രം അഭിനയിച്ചു പോകുന്ന സീരിയൽ കഥാപാത്രങ്ങളുണ്ട്. സിനിമയിൽ മെയിൻ ഇമ്പോർട്ടൻറ്റ് ഭാഗങ്ങളിൽ അഭിനയിച്ചിട്ടുള്ളത് സീരിയൽ കഥാപാത്രങ്ങൾ ചെയ്തു വന്നിട്ടുള്ള പല നായികമാരാണ്. നമ്മുടെ മലയാളത്തിലുള്ള പല നായികമാരാണ്, ഗായത്രി അരുൺ അടക്കം. അവരൊക്കെ എത്ര നന്നായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. ഇനി അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നമ്മുടെ ഉള്ളിലൊക്കെ വെച്ച് പുലർത്തേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സീരിയലിൽ അഭിനയിക്കുന്ന ആൾക്കാരും അഭിനേതാക്കളാണ്. അവർ നന്നായി അഭിനയിക്കും. അവർക്കുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് അവർക്ക് എത്തിപ്പെടാൻ പറ്റുന്ന മേഖലകളിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്തത്. അവരെ തഴഞ്ഞു നിർത്തേണ്ട ആവശ്യങ്ങളില്ല എന്ന് എനിക്ക് തോന്നുന്നു. അത്ര നന്നായി അവർ അഭിനയിക്കുന്നുണ്ട്. സീരിയലിൽ നിന്ന് സിനിമയിലേക്ക് വന്ന പുരുഷന്മാരായാലും സ്ത്രീകളായാലും ഞാനിത് കണ്ടു. മാറ്റങ്ങൾ എന്നും അനിവാര്യമാണ്. ആ കൂട്ടത്തിൽ ഇത്തരത്തിലൊരു മാറ്റം കൂടി കാണുമ്പോൾ അതിൽ കാസ്റ്റിംഗ് ഡയറക്ടർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡയറക്ടർ ആയിക്കോട്ടെ, ആരാണോ ഇതിന് പിന്നിൽ ഇവരെയൊക്കെ കാസ്റ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചത് ആരാണോ, അവർക്കൊക്കെ ഒരുപാട് അഭിനന്ദനങ്ങളും കൂടെ നേരെയാണ്. കാരണം അത്ര അടിപൊളിയായിട്ട് കാസ്റ്റിംഗ് ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യമാണ്, ഒട്ടുമിക്ക പേരും ചിന്തിക്കും ഇത് ഇനിയിപ്പോൾ OTT വരും, സോണി ലൈവ് ആണെന്ന് തോന്നുന്നു വരുന്നത്, OTT വരും, അപ്പോൾ കാണാലോ എന്ന് ചിന്തിച്ചിരിക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗവും പേരും.
അവരോടാണ് എനിക്ക് പറയാനുള്ളത്. കാരണം സിനിമ കാണേണ്ടത് സിനിമ കൊട്ടകയിലാണ്, അല്ലാതെ വീട്ടിലൊരു ചെറിയ TV സ്പേസിലോ അല്ലെങ്കിൽ ഫോണിലോ അല്ലെങ്കിൽ ടെലിഗ്രാം ഡൗൺലോഡ് ചെയ്തോ കാണേണ്ടതല്ല സിനിമ എന്ന് പറയുന്നത്. അതിപ്പോൾ കളങ്കാവലായിക്കോട്ടെ, ഏത് മറ്റു പല ചിത്രങ്ങളായിക്കോട്ടെ. നിങ്ങളുടെ കയ്യിൽ ഒരു 100 രൂപയോ 150 രൂപയോ മുടക്കാൻ കഴിയുമെങ്കിൽ, നിങ്ങൾ യഥാർത്ഥ സിനിമാ പ്രേമിയാണെങ്കിൽ തിയേറ്ററിൽ പോയി തന്നെ ഇരുന്ന് കാണണം സിനിമകൾ. എന്നാലാണ് അതിൻ്റെ മുഴുവൻ ഉൾക്കൊണ്ട് നമുക്ക് ആ സിനിമയെ ആസ്വദിക്കാൻ സാധിക്കുള്ളൂ. സിനിമ ഒരു എൻ്റർടൈൻമെൻറ്റ് മാധ്യമമാണെങ്കിൽ പോലും നമ്മൾ അതിൽ നിന്ന് ഉൾക്കൊള്ളുന്ന ഒരുപാട് പൊളിറ്റിക്കൽ വ്യൂസ്, വ്യക്തമായ രാഷ്ട്രീയം പറഞ്ഞു വെക്കുന്ന സിനിമകളാണ് കളങ്കാവൽ പോലെയുള്ള സിനിമകൾ. അത്തരത്തിലുള്ള സിനിമകൾ കാണാനായിട്ട് നമ്മൾ തിയേറ്റർ തന്നെ ചൂസ് ചെയ്യണമെന്നും കൂടെ എനിക്ക് പറയാനുണ്ട്. പിന്നെ സിനിമയെക്കുറിച്ച് ഒരുപാട് റിവ്യൂസ് ഒന്നും ഞാൻ പറയുന്നില്ല. അതിൻ്റെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ച എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ. ബാക്കിയെല്ലാം നിങ്ങളുടെ ഇഷ്ടങ്ങളാണ്. റിവ്യൂ പറയാൻ ഞാൻ ആളല്ല, കാരണം ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ്. അപ്പോൾ അതനുസരിച്ച് പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം കളങ്കാവൽ വളരെ നല്ലൊരു സിനിമയാണ്. കളങ്കാവൽ ഒരു ഫുൾ പാക്ക് ക്രൈം ത്രില്ലറാണ്. അതുകൊണ്ട് തന്നെ യു മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ് നിയർ ബൈ യു. എത്രയും പെട്ടെന്ന് പോയിട്ട്, വീക്കെൻഡാണ്, എത്രയും പെട്ടെന്ന് പോയിട്ട് ടിക്കറ്റ്സ് എടുക്കുക. സോ എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഷെയർ ചെയ്തത്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ സീ യു, ബൈ.